ഹലോ ലവ്ലി പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് 3 ഡേയ്സ് ഇവിടെ സലാലയിൽ വന്നിട്ട് നിന്ന സ്ഥലമാണിത്. അറ്റാന സ്റ്റേ സലാല എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് ഞങ്ങൾ ലാസ്റ്റ് 3 ഡേയ്സ് നിന്നത്. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ അവസാനത്തെ സലാലയിലെ അവസാനത്തെ 2 ദിവസങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇട്ടേക്കാണ്. ഇന്നും അതായത് തേഴ്സ്ഡേയും ഫ്രൈഡേയും. അപ്പോൾ തേഴ്സ്ഡേ മോർണിംഗ് ഞങ്ങൾ ഇവിടെ അറ്റാന സ്റ്റേയിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. മറ്റേ ചേട്ടനും ഫാമിലിയും ഞങ്ങളുമായിട്ട് ആദ്യം പോയത് വാദി ദർബാത്തേക്കാണ്. പോയ സ്ഥലം തന്നെ ഞങ്ങൾ പിന്നെ 2 ഡേയ്സ് മുന്നേ വന്ന കാരണം ഞങ്ങൾ പോയിരുന്നു അവിടെ. പക്ഷേ വീണ്ടും വന്നപ്പോഴും അങ്ങനെ മടുപ്പൊന്നും തോന്നിയിരുന്നില്ല. പുതിയൊരു ഇതുപോലെ തന്നെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം അത്രയും നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കാരണം അങ്ങനെ മടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികളായാലും അല്ലേ. പക്ഷേ വീക്കെൻഡ് അടുപ്പിച്ച് വ്യാഴാഴ്ച ആയിരുന്നല്ലോ, അപ്പോൾ തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന അന്നത്തേക്കാളും വണ്ടിയുടെ ട്രാഫിക്കും തിരക്കും. പിന്നെ ഇങ്ങനെ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റിംഗിൽ വന്നു. കുട്ടികൾക്ക് ആദ്യം ബോൾ ഇങ്ങനെ വെള്ളത്തിൽ ആ വലിയ ബോളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉള്ള പരിപാടി ഉണ്ടല്ലോ, അത് റൈഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ അത് വേണ്ട, അതാവുമ്പോൾ 2 പേര് 2 സെപ്പറേറ്റ് ഇതിൽ പോകണം, അപ്പോൾ വലിയ എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ചെറിയ 2 പേർക്ക് ഇരിക്കാൻ പറ്റണ, അപ്പോൾ ഒരാൾ ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ പറ്റണ അതിലേക്ക് കയറാൻ പറഞ്ഞു. അതും അവിടെ പോയപ്പോഴും അത് നല്ല തിരക്കായിരുന്നു. ക്യൂ നിന്ന് ഒരു മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തു. അവസാനം കുട്ടികൾക്ക് ദേഷ്യമൊക്കെ വന്നു തുടങ്ങി. പക്ഷെ അവർ ഉള്ളിൽ കയറി റൈഡ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി. അവർ നല്ലോണം എൻജോയ് ചെയ്തു. കാരണം വീക്കെൻഡ് ആയ കാരണം പിന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവർ എന്തായാലും വെയിറ്റ് ചെയ്തതിനുള്ളൊരു എന്താ പറയുക, ഇത് കിട്ടി, എൻജോയ്മെൻറ്റ് കിട്ടി അവർക്ക്. അവർ നന്നായി മൃദുവായാലും അത് കുഞ്ഞാറ്റായതിൽ ഇത് എൻജോയ് ചെയ്തു. മാറി മാറി ഓടിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത്. ഞങ്ങൾ പേടിച്ചു ഇനി അടിയാവും എന്നുള്ളത്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുഞ്ഞാറ്റ ഓടിച്ചത് അവിടെ ഋതു ഓടിച്ചില്ല എന്ന് തോന്നുന്നു. പക്ഷെ അവള് സൈഡിലിരുന്നിട്ട് നേരം ഒരു 20 മിനിറ്റ്സോളം അത് അവർ റൈഡ് ചെയ്ത് പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ബോട്ടും എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഇത് റൈഡ് ചെയ്തത്. അപ്പോൾ അത് നല്ല ഫണ്ണായിരുന്നു. എനിക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ സ്വയം റൈഡ് ചെയ്ത് പോണതോ അല്ലെങ്കിൽ പെഡൽ ബോട്ടിങ്ങോ അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നി. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ പോയി വ്യൂവിലൊക്കെ പോയി ഇങ്ങനെ മൊത്തം കവർ ചെയ്ത് വരാൻ പറ്റുമല്ലോ. അതായിരുന്നു കൂടുതൽ നല്ലത്. ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല രസമായിരുന്നു. അങ്ങനെ ഉച്ച വരെ പകുതി ദിവസം അവിടെ തന്നെയാണ് ടൈം സ്പെൻഡ് ചെയ്തത്. തിരക്കും ഇതൊക്കെ കാരണം അവിടെ അടുത്ത് തന്നെ ഉച്ചയാകുമ്പോഴേക്കും പിന്നെ വിശന്ന് അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ മന്തിയൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോയത്. അപ്പോൾ മദി ദർബാത്ത് എന്തായാലും എന്താ പറയുക, നമുക്ക് സ്ഥലമാട്ടോ. നല്ല അടിപൊളി, നല്ല ഫുൾ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം തന്നെ പറയാം.
അവിടുന്ന് പിന്നെ നമ്മൾ പോയത് ജബൽ സംഹാനിലോട്ടായിരുന്നു. ജബൽ സംഹാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയ സമയത്തെ ത്തിനേക്കാൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു അവിടുത്തെ അവസ്ഥ. നമ്മൾ പോണ സമയത്ത് കാറ്റും പിന്നെ ഈ മഞ്ഞൊക്കെ താഴെയായിരുന്നു. മുകളിലെ താഴെയിട്ടാണ് നിന്നിരുന്നത്, പഞ്ഞിക്കെട്ട് പോലെ. ഇന്നവിടെ വന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ. നല്ല കാറ്റും ഫോഗും പിന്നെ മിസ്റ്റും മഴയും. നല്ല രസമായിരുന്നു കേട്ടോ. അത് വേറൊരു വൈബായിരുന്നു ശരിക്കും. ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല. അങ്ങോട്ട് വരണ വഴിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു ഫുൾ ഫോഗായിരുന്നു ആ ഏരിയയിൽ. പിന്നെ റോട്ടിലാണെങ്കിൽ പശുക്കളും ഇതൊക്കെ ഇടയിൽ വന്ന് നിൽക്കും. അപ്പോൾ ഭയങ്കര റിസ്കി ഡ്രൈവിങ്ങും ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇടയിൽ ഹാഷിർ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായി ഹംദാനിലേക്ക് പോയി. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഈവനിങ് വരാനുണ്ടായിരുന്നു. അപ്പോൾ ഇരുട്ടാവേണ്ട ഒരു ടൈമായി. അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി. അതിൻ്റെ ഇടയിൽ ഋതുവിൻ്റെ ചെരുപ്പ് ഒഴുകിപ്പോയി. അപ്പോൾ അതിൻ്റെ വിഷമത്തിലായിരുന്നു ഋതു. അങ്ങനെ പിന്നെ ഹംദാനിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ അൽ സാദ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ അൽ നൈൽ ഹോട്ടലിലാണ് അന്ന് നമ്മൾ നിന്നത്. അവിടെ ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിരുന്നു ചേട്ടൻ. അങ്ങനെ നമ്മൾ അന്ന് വൈകിട്ട് നമ്മൾ രണ്ട് ഫാമിലിയും കൂടിയിട്ട് അവിടെ നിന്നു. അങ്ങനെ പിറ്റേ ദിവസം അവിടെ നിന്നും വെക്കേറ്റ് ചെയ്ത് ലാസ്റ്റ് ഡേ അന്നായിരുന്നു. അപ്പോൾ അൽ നൈൽ ഹോട്ടലിൽ നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് പിന്നെ ഓൺ ദി വേ 2-3 സ്ഥലത്ത് കയറിയിരുന്നു. അൽഹഫ ബീച്ചിൽ പോയി. ആദ്യം കോക്കനട്ട് ആൻഡ് ബനാന ഷോപ്പ് ഒക്കെ ഉള്ള ആ ഏരിയയിലോട്ട് പോയി. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോണ വഴിക്ക് ഐൻ റസാട്ടിൽ പോയി. സ്പ്രിംഗ് വാട്ടറുള്ള നല്ല ഒരു മലയുടെ ഇടയിലുള്ള ഗുഹയും കേവും ഒക്കെയുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ പോയി അൽ റസാട്ട്. പിന്നെ ഐൻ സഹൽനൂത്തിൽ പോയി. ഐൻ സഹൽനൂത്തിൽ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ആ ഒരു എന്താ പറയുക പോണ്ട് പോലെ അവിടെ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പം ഇന്ന് പോയപ്പം പോണ വഴിയിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒലിച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ അവിടെയൊക്കെ നല്ല വെള്ളം നല്ലോണം ആവും തോന്നുന്നു. ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ എല്ലാ അയിനുകളിലും വെള്ളമാവും എന്നാണല്ലോ പറയണത്. അപ്പോൾ ആ ഒരു 2 ദിവസത്തെ ഗ്യാപ്പിൽ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ നമ്മൾ കവർ ചെയ്തിരുന്നു. അങ്ങനെ ഈ 3 സ്ഥലങ്ങളിലും പോയി വന്നതോട് കൂടിയിട്ട് തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ സാദയിലായിരുന്നു. അവിടേക്ക് തന്നെ പോയാലോ എന്നൊക്കെ ആലോചിച്ചു. അവിടെ നല്ല ഹോട്ടലുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് സലാലയിൽ ഉണ്ടായിരുന്നു കേട്ടോ, ബദനിയിൽ പഠിച്ചിരുന്നത്. എൻ്റെ ഒരു സ്കൂൾ മേറ്റ് സുമ, ഫാമിലിയും അവിടെ ഉണ്ടായിരുന്നു. അവൾ സലാലയിൽ 10-13 കൊല്ലമായിട്ടുള്ളതാണ്. അപ്പോൾ അവൾ സജസ്റ്റ് ചെയ്തതാണ് സിൽവർ ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ്, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്നാണ് നമ്മൾ അന്ന് ലഞ്ച് കഴിച്ചത്. നല്ല ഒരു ആഴ്ചയിൽ അവസാനം സലാലിൽ നിന്ന് പോകുമ്പോൾ എന്താ പറയുക, മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു നല്ല ഒരു ഭക്ഷണം സുമ കാരണം കഴിക്കാൻ പറ്റി. അതിന് സുമയോട് താങ്ക് യു പറയണു. നല്ല ബിരിയാണിയാണ് കഴിച്ചത്. നല്ല അടിപൊളി ബിരിയാണികളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ഫാമിലി ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനായാലും അതെ, എൻ്റെ ചേട്ടനും അതെ, ഈശോ അതെ, ബദാനിയൻസാണ്. അപ്പോൾ അവൾ ബദനിയിലാണല്ലോ നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടു സംസാരിച്ചു. ഞങ്ങൾ എന്നിട്ട് 4:30 കൂടി അവിടുന്ന് തിരിച്ചത് മസ്കറ്റിൽ സലാലയിൽ നിന്ന് തിരിച്ചു. 4:30 ആകുമ്പോൾ അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. പോണ വഴിക്ക് പിന്നെ ഒമാനി നമ്മൾ സ്വീറ്റ്സൊക്കെ വാങ്ങിയിരുന്നു. എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണമല്ലോ നമ്മൾ, ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. ചേട്ടനും കൊണ്ടുപോകണം, നിരീക്ഷനും കൊണ്ടുപോകണം. അപ്പോൾ അവിടുന്ന് കുറച്ച് ഒമാനി സ്വീറ്റൊക്കെ വാങ്ങി അവിടുന്ന് തിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ നമ്മൾ രാത്രിയിലൊരു സ്ഥലത്ത് നിർത്തിയിരുന്നു, ഹൈമയാണെന്ന് തോന്നുന്നു. അവിടെ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ചു. കാരണം പിന്നെ ഇടയിൽ ചായയൊക്കെ കുടിച്ചിരുന്നു. എന്നാലും ഒരു 10-11 മണിയൊക്കെ ഇപ്പോൾ പിന്നെ ചേട്ടന് അവർക്ക് ഷാർജ വരെ എത്തണ്ടേ, ഞങ്ങൾ മസ്കറ്റിനേക്കാളും ദൂരം ഉണ്ടല്ലോ. അപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ
ഹൈമേൽ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. ഒരു സിറ്റി പോലത്തെ നല്ലൊരു ടൗൺ പോലത്തെ ഒരു ഏരിയ. അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. പെട്രോൾ പമ്പിൻ്റെ ബാക്കിലേക്ക് അങ്ങോട്ട് പോയപ്പോൾ കുറേ കടകളുണ്ടായിരുന്നു. അവിടുന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല. ഗ്രില്ലാണ് കഴിച്ചത്. അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ചേട്ടൻ പിന്നെ UAE-ലോട്ടും നമ്മൾ മസ്കറ്റിലോട്ടും. ഞങ്ങളൊരു 4:30 ഏർലി മോർണിംഗ് 4:30 ആകുമ്പോൾ വീട്ടിലെത്തി. അവർ ഒരു 9 മണിയുടെ ഉള്ളിൽ ഷാർജയിലും എത്തി. അപ്പോൾ ഇതൊക്കെയാണ് സലാല വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോയോട് കൂടി സലാലയിലത്തെ വ്ളോഗിങ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ട്രാവൽ വ്ളോഗ് എന്നാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത്രയും എന്തായാലും ഒരാഴ്ച എന്ന് വേണമെങ്കിലും പറയാൻ സലാലയിൽ സ്പെൻഡ് ചെയ്തത് അടിപൊളിയായിരുന്നു. നല്ല സ്ഥലമാണ് വിസിറ്റ് ചെയ്യാനൊക്കെ. നമുക്ക് ഈ ഖരീഫ് സീസണിൽ, അതായത് വെക്കേഷൻ ടൈമിൽ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ, ലാസ്റ്റ് ആകുമ്പോൾ വരുന്നതാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഇതാണ് അയിൻ സഹൽനൂത്ത് കേട്ടോ. കണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കണ വഴിക്കൊക്കെ കുറേശ്ശെ വെള്ളം ആയി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഈ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓഗസ്റ്റോടുകൂടി എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ വെള്ളം നല്ലോണം ആവും എന്ന് തോന്നുന്നു. അപ്പോൾ ഓഗസ്റ്റിലാണ് ശരിക്കും എല്ലായിടത്തും, എല്ലാ അയിനുകളിലും വാദികളിലൊക്കെ വെള്ളമാവുക, വാട്ടർഫോൾസൊക്കെ കൂടുതലുണ്ടാവുക. അങ്ങനെ നമ്മൾ സലാലയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടുന്ന് തിരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക് യു, ബൈ. You know just what you do to me. Play my emotions like a pair of puppet strings. Did it ever occur to you my heart's more than a toy? Please go easy on me, babe. Send message after message, forward my calls. Next day you hit me back like nothing happened at all. What about all the things you used to say to me? This ain't the way it's supposed to be. And you know I wouldn't do that to you. You know I wouldn't treat you that way. No, I've been running, can't catch up. Oh love, what I won't do. Chasing waterfalls. Oh, you got me chasing waterfalls. All of the times I've been there, times I came through, I'd meet you anywhere if it brought me closer to you. Distance is killing me, you make it so hard. Won't you let me love you, babe? Used to be optimistic, these days I just don't know. Pick a fence in the valley, I hope it's losing its hold. You know them other girls won't love you like I do. Can't afford to give up on you. And you know I wouldn't do that to you. You know